ആമീസ് വേൾഡ് 2025 വീണ്ടും ഏവർക്കും സ്വാഗതം. ഇന്ന് ഡൈവോഴ്സ് കേസിൽ ചില ഫേക്ക് കേസുകൾ ഉണ്ടാകാറുണ്ട്. അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാം. ഇങ്ങനെ ഒരു കേസ് ഉണ്ടായിട്ടുണ്ട് എന്ന അറിഞ്ഞ ഉടനെ FIR അല്ലെങ്കിൽ കംപ്ലൈന്റിന്റെ കോപ്പി ആവശ്യപ്പെടണം. എത്രയും വേഗം വക്കീലുമായി ബന്ധപ്പെടുക. ഫാമിലി കോർട്ടിലും ക്രിമിനൽ ലോയിലും എക്സ്പീരിയൻസ് ഉള്ള അഭിഭാഷകനെയാണ് ബന്ധപ്പെടേണ്ടത്. തെളിവുകൾ എടുത്തുവെക്കുക. വാട്സ്ആപ്പ് മെസ്സേജ്, ഫോൺ കോൾ ലോഗ്സ്, ഓഡിയോ, വീഡിയോ, ബാങ്ക് റെക്കോർഡ്സ്, ട്രാവൽ ടിക്കറ്റ്സ്, CCTV ഫുട്ടേജുകൾ, സോഷ്യൽ മീഡിയ ചാറ്റ്സ് എല്ലാം കളക്ട് ചെയ്ത് വെക്കുക. സംഭവ സ്ഥലത്ത് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നവരെ സാക്ഷികളാക്കുക. കൂടാതെ കേസ് സെറ്റിൽ ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കുക. ആന്റിസിപ്പേറ്ററി ബെയിലിന് ശ്രമിക്കണം. സെഷൻസ് കോർട്ടിലോ ഹൈക്കോർട്ടിലോ ആണ് അതിനുള്ള അപേക്ഷ കൊടുക്കേണ്ടത്. പോലീസ് സ്റ്റേഷനിൽ നിങ്ങളുടെ വേർഷൻ പ്രകാരമുള്ള കംപ്ലൈന്റ് കൊടുക്കുകയും റെസിപ്റ്റ് വാങ്ങുകയും ചെയ്യുക. ഇനി നേരിട്ട് പരാതി കൊടുക്കാൻ കഴിയാത്ത പക്ഷം രജിസ്റ്റേർഡ് പോസ്റ്റിൽ അയക്കുക. പരാതിയുടെ ഒരു കോപ്പി കയ്യിൽ സൂക്ഷിക്കണം. കൂടാതെ റെസ്റ്റിറ്റ്യൂഷൻ ഫയൽ ചെയ്യുക. എല്ലാ വിവരങ്ങളും അതിൽ വിശദമായി പറയുകയും വേണം. തെറ്റായ കേസ് പിൻവലിക്കാൻ എതിർകക്ഷിക്ക് ലീഗൽ നോട്ടീസ് അയക്കാവുന്നതാണ്. ഹൈക്കോർട്ടിൽ FIR കോഷ് ചെയ്യാൻ, അതായത് റദ്ദു ചെയ്യാൻ കേസ് ഫയൽ ചെയ്യാം. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, കോടതിയിൽ രേഖാമൂലമുള്ള കാര്യങ്ങൾക്കാണ് പ്രാധാന്യം. വാക്കുമാത്രം കൊണ്ട് ജയിക്കാനാവില്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അഡ്വക്കേറ്റിനെ ആദ്യം തന്നെ ചുമതലപ്പെടുത്തുക. കോർട്ടിൽ അൺനെസസറി പ്രൊവോക്കേഷൻ ഒഴിവാക്കുക. കൂടാതെ സോഷ്യൽ മീഡിയ വഴി ഒരു കാര്യവും പറയരുത്. കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. കേസിന്റെ സ്വഭാവം അനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകും. തുടർന്നും ആമീസ് വേൾഡ് 2025 കാണുക. നന്ദി, നമസ്കാരം.